ആദം രാവിലെ എങ്ങോട്ടോ പോകാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു. ആദം പുറകിൽ നിന്നും അവൻ്റെ മമ്മി വിളിച്ചതും അവൻ സംശയത്തോടെ ഒന്ന് നിന്നു. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവർ പറയുന്നത് കേട്ടതും അവൻ സംശയത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി. ഇന്നലെ രാത്രി നീ എത്ര മണിക്കാ വീട്ടിലേക്ക് വന്നതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അവർ ചോദിക്കുന്നത് കേട്ട് അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. എന്താ നിനക്ക് പറ്റിയത്? ഇങ്ങനെ നശിച്ചു നിന്റെ ജീവിതം സ്വയം ഇല്ലാതാക്കാനാണോ മോനെ നീ ശ്രമിക്കുന്നത്? അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ ജീവിതം ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിപ്പോയില്ലേ മമ്മി? ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവൻ അവരെ നോക്കി സങ്കടത്തോടെ പറഞ്ഞു. ഇന്നലെ ഷീതുവിൻ്റെയും ചാർലിയുടെയും വിവാഹമായിരുന്നു അവൻ്റെ പള്ളിയിൽ വെച്ച്. ഇപ്പോൾ അവളിൽ എല്ലാ അവകാശവും അവന് മാത്രമായിരിക്കും. കുഞ്ഞ് മാത്രമേ എൻ്റേതെന്ന് പറയാൻ എനിക്കിനി കഴിയുകയുള്ളൂ. അവൻ പറയുന്നത് കേട്ടതും അവർ ഒരു നിമിഷം വല്ലാതെയായി. മോനെ, അവർ സംശയത്തോടെ വിളിച്ചു. അതേ മമ്മി, അവളെല്ലാം മറന്നു തുടങ്ങി. പുതിയൊരു ജീവിതം അവളും ആഗ്രഹിച്ചു. അതുകൊണ്ടല്ലേ 3 വർഷങ്ങൾക്കിപ്പുറം അവൾ അവനെ വിവാഹം കഴിച്ചത്. അവൻ പറയുന്നത് കേട്ട് ആ അമ്മ മനസ്സ് വല്ലാതെ വേദനിച്ചു. ആദം, ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് നീ കേൾക്കണം. നിന്നെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഒരു പക്ഷെ അവളുടെ ഉള്ളിലെ ആ സ്വാർത്ഥത കൊണ്ടായിരിക്കും അവൾ അങ്ങനെയൊക്കെ നിന്നെ നേടാൻ ചെയ്തത്. അതുമാത്രമല്ല, ഇപ്പോൾ അവൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും നിന്റെ സ്നേഹം അവൾക്ക് മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിന്റെ കുഞ്ഞിനെ ഒരിക്കലും നിഷേധിക്കാനോ തള്ളിക്കളയാനോ നിനക്ക് കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഒരിക്കൽ നീ അത് ചെയ്തതാണ്. ആ സ്ഥിതിക്ക് എന്തിനാ വെറുതെ അവരുടെ ലൈഫിലേക്ക് നീ തിരികെ പോകുന്നത്? എല്ലാവരെയും വിളിച്ചുകൂട്ടി നിന്റെ വിവാഹം നടന്നത് റിൻസിയുമായിട്ടാണ്. അവളുടെ സ്വഭാവം നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും എനിക്കറിയില്ല. അവൾ ഈ ചെയ്തു കൂട്ടുന്നതും അവളുടെ ഉള്ളിലെ ഈ ദേഷ്യവും ഒരു പക്ഷെ നിന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടായിരിക്കും. അവൾക്കത് കിട്ടാത്തത് കൊണ്ടായിരിക്കും. അത് നീ അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവൾ നിനക്ക് നല്ലൊരു ഭാര്യയായി മാറാനുള്ള ചാൻസ് ഉണ്ട്. നിനക്ക് അങ്ങനെയൊന്ന് ശ്രമിച്ചൂടെ ആദം? അവരുടെ ജീവിതത്തിലേക്ക് ഇനിയും ഒരു കരടായി നിനക്ക് പോകാതിരുന്നൂടെ? അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ഒന്നും തന്നെ മിണ്ടിയില്ല. കാരണം അതിനൊക്കെ എന്തു മറുപടിയാണ് താൻ തിരികെ കൊടുക്കേണ്ടതെന്ന് അവൻ അറിയില്ലായിരുന്നു. മറുപടി ഒന്നും തന്നെ പറയാതെ അവൻ പുറത്തേക്കിറങ്ങി കാറും എടുത്ത് അവിടെ നിന്നും പോയി. തൻ്റെ മകൻ പോകുന്നത് അവർ നോക്കി നിന്നു. ഏതു തൻ്റെ കണ്ണുകൾ തുറന്നതും തൻ്റെ മറുവശത്ത് അവനെ കണ്ടില്ല. അവൾ പുതപ്പ് ചുറ്റിക്കൊണ്ട് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. തലേന്നത്തെ രാത്രിയിൽ തങ്ങൾക്കിടയിൽ നടന്ന സംഭവങ്ങൾ അവളുടെ മനസ്സിൽ കൂടി ഒരു നിമിഷം കടന്നുപോയി. അത് ഓർത്തതും അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. മുഖം ചുവന്നു. ഇന്നു മുതൽ തനിക്ക് പുതിയൊരു ജീവിതമാണ്. അതെല്ലാ അർത്ഥത്തിലും സന്തോഷമായിട്ടിരിക്കണമെന്ന് ഒരു നിമിഷം അവൾ പ്രാർത്ഥിച്ചതിനു ശേഷം പുതപ്പും ചുറ്റി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങി. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ആരോ അകത്തേക്ക് കയറി വന്നത്. ഒരു നിമിഷം അവൾ പേടിച്ചു പോയി. എന്നാൽ കതക് തുറന്ന് അകത്തേക്ക് കയറിയിട്ട് അവളെ നോക്കി കുസൃതി ചിരിയോടെ വാതിലടച്ച് ലോക്ക് ചെയ്യുന്ന അവനെ കണ്ടതും അവൾ മുഖം കുനിച്ചു. ത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കൊത്തിയതിനു ശേഷം അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ അപ്പോഴും പുതപ്പ് ചുറ്റി മാറിലേക്ക് കൂട്ടിപ്പിടിച്ചതിനു ശേഷം തല ഉയർത്തി നോക്കാതെ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവന്റെ നേരെ അവളുടെ മുഖം ഉയർത്തി. കുളിക്കാൻ പോവായിരുന്നു എൻ്റെ കൊച്ച്. പുഞ്ചിരിയോടെ അവൻ അവളെ നോക്കി ചോദിച്ചതും അവൾ ആണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തിരികെ തലയാട്ടി. ഞാനും കൂടി വരട്ടെ? അവൻ ചോദിക്കുന്നത് കേട്ട് അവൾ മുഖം കൂർപ്പിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ഇനി ഞാൻ കാണാത്തതായിട്ട് വല്ലതും ഈ ശരീരത്തിലുണ്ടോ? എല്ലാം ഇന്നലെ രാത്രി ഞാൻ എടുത്തതല്ലേ. ഇപ്പോൾ ഇതൊക്കെ എൻ്റെ മാത്രം സ്വന്തമല്ലേ ഷീതു? അവളുടെ ഇടുപ്പിൽ കൂടി തൻ്റെ വലത് കൈ ചുറ്റി അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ കുസൃതിയോടെ ചോദിച്ചു. ഞാൻ കുളിക്കട്ടെ ഇച്ചായ? സമയം ഒരുപാടായി. താഴേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കും. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു. എന്നാൽ അതിന് മറുപടി പറയാതെ അത് കേൾക്കാത്തതുപോലെ അവൻ അവളുടെ നഗ്നമായ തോളിലൊന്ന് ചുംബിച്ചു. അവളുടെ മേല് പെരുത്തുപോയി. ശരീരത്തിലുണ്ടായിരുന്ന രോമകൂപങ്ങൾ എഴുന്നേറ്റു. അവൻ വിരലുകൾ ഉപയോഗിച്ച് അവളുടെ തോളിൽ നിന്നും കൈയിലേക്ക് പതിയെ ചലിപ്പിച്ചു. അയ്യാ! അവൻ ഇട്ടിരുന്ന ഷർട്ടിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് അവൾ പതിയെ വിളിച്ചു. താഴേക്ക് ചെന്നപ്പോൾ അവരെല്ലാവരും എന്നെ കളിയാക്കുക. ഇന്നലെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞുവെന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായി. റയാനും ക്രിസ്റ്റിയും എന്തിനാ പപ്പ വരെ എന്നെ ട്രോളി. നീ താഴേക്ക് ചെല്ലുമ്പോൾ നിന്നെയും കളിയാക്കണമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. അവൻ അവളുടെ ശരീരത്തിലൂടെ വിരലോടിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ ഞാൻ പോയി കുളിക്കട്ടെ ഇച്ചായ? ഇനിയും താഴേക്ക് ചെല്ലാൻ താമസിച്ച ഇന്ന് മുഴുവൻ അതായിരിക്കും പറഞ്ഞ് കളിയാക്കുക. അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ ചുണ്ടിൽ മാത്രമായിരുന്നു. വിരൽ കൊണ്ട് അവളുടെ കീഴ്ചുണ്ടിൽ ഒന്ന് തലോടിയതിനു ശേഷം അവൻ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചു. ഇച്ചായ, ഞാൻ കുളിച്ചിട്ട് വരാം. അവൻ്റെ മുഖം തന്നിലേക്ക് അടുക്കുന്നു എന്ന് മനസ്സിലായ അവൾ പെട്ടെന്ന് അവൻ്റെ വാ പൊത്തിപ്പിടിച്ച് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അവൻ നിരാശയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. പ്ലീസ്. കണ്ണുകൾ ചിമ്മിക്കൊണ്ട് വീണ്ടും അവനെ നോക്കി അവൾ പറഞ്ഞു. അത് കേട്ടതും അവളുടെ ഇടുപ്പിലുണ്ടായിരുന്ന കൈകൾ അവൻ വിട്ടു. അവളെ സ്വതന്ത്രയാക്കിയതും അവൾ തിരിഞ്ഞ് ബാത്റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് അവൻ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു.
എന്തിനാണെന്ന് സംശയിക്കും മുൻപേ തന്നെ അവൻ അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചിരുന്നു. ഇനി പൊയ്ക്കോ, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനെ ഒന്ന് നോക്കി ചിരിച്ചതിന് ശേഷം അവൾ ബാത്റൂമിലേക്ക് കയറി. അവൻ കട്ടിലിലേക്കും കിടന്നു. തലയുടെ അടിയിലായി തൻ്റെ കൈകൾ വെച്ച് മുകളിലേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് ഒരു ദീർഘനിശ്വാസം വിട്ടു. അതിലുണ്ടായിരുന്നു അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആത്മസംതൃപ്തി. കുളിച്ച് ഫ്രഷായി ഒരു ബനിയൻ മോഡൽ പാൻറ്റും ബനിയനും ഇട്ടുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി ചെന്നു. അതിനു മുൻപേ തന്നെ ചാർലി താഴേക്ക് ചെന്നിരുന്നു. അവൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നതും ഹാളിൽ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. റിയ, ക്രിസ്റ്റി, റയാൻ, പപ്പ, മമ്മി. റയാൻ്റെ മടിയിലായി ഈസു. തൊട്ടപ്പുറത്ത് ചാർലി. 3-3.5 വർഷമായി താൻ ഇവിടേക്ക് വന്നിട്ട്. എന്നാൽ ഇങ്ങനെ ഒരു അനുഭവം അത് ആദ്യമായിട്ടാണ്. താഴേക്കൊന്ന് നോക്കി. അവൾക്ക് താഴേക്ക് ഇറങ്ങിച്ചെല്ലാൻ വല്ലാത്ത നാണം തോന്നി. എല്ലാവരുടെയും കണ്ണുകൾ തൻ്റെ മാത്രം നേർക്കാണ്. എല്ലാവരുടെയും ചുണ്ടിൽ ചെറിയൊരു കളിയാക്കിക്കൊണ്ടുള്ള ചിരിയുണ്ട്. അവൾക്ക് ആകെ വല്ലായ്മ തോന്നി. ഇറങ്ങി വാ മോളെ, പപ്പ അവളെ നോക്കി പറഞ്ഞതും അവൾ താഴേക്ക് ഇറങ്ങി ചെന്നു. ചീതു. റയാൻ്റെ മടിയിലിരുന്ന് അവൾ 2 കൈകളും നീട്ടി ഷീതുവിനെ വിളിച്ചു. ഷീതു അവൻ്റെ മടിയിൽ നിന്നും അവളെ പൊക്കിയെടുത്തു. ചായ കുടിച്ചോ ഇസു? അവൾ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവൾ ചായയും കുടിച്ചു, ആഹാരവും കഴിച്ചു. ക്രിസ്റ്റിയാണ് അവളെ നോക്കി മറുപടി പറഞ്ഞത്. റയാനാണെങ്കിൽ വാപൊത്തി അവളെ നോക്കി ചെറുതായി കുലുങ്ങി ചിരിച്ചു. അത് കണ്ട് അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അവൻ അങ്ങനെ കളിയാക്കി ചിരിക്കുന്നത് കണ്ട് ചാർലി അവൻ്റെ കാലിനിട്ടൊരു തട്ട് കൊടുത്തു. ആ! അവൻ പെട്ടെന്ന് കാല് വലിച്ചെടുത്തുകൊണ്ട് ഉറക്കെ വിളിച്ചു. എന്താടാ? ക്രിസ്റ്റി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ ചേട്ടാ എൻ്റെ കാലിൽ ചവിട്ടിയത്? അവൻ പരിഭവത്തോടെ ചാർലിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അപ്പോഴാണ് ചാർലി അങ്ങനെ ഒരു സംഭവം ചെയ്തു എന്ന് എല്ലാവർക്കും തന്നെ മനസ്സിലായത്. നീ എന്തിനാ അവളെ കളിയാക്കി ചിരിക്കുന്നേ? ചാർലി അവനെ നോക്കി ചോദിച്ചതും അവനൊന്ന് ഇളിച്ചു കാണിച്ചു. അതും കൂടി കേട്ടപ്പോൾ എല്ലാവരും കൂടെ ചിരിച്ചു. ഞങ്ങളെല്ലാവരും മോളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സാധാരണ മോൾ ഇത്രയും താമസിക്കാറില്ലല്ലോ എഴുന്നേറ്റ് വരാൻ. മോളും കൂടി വന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. മമ്മിയാണ് അവളെ നോക്കി പറഞ്ഞത്. സോറി മമ്മി, എഴുന്നേക്കാൻ ലേറ്റായിപ്പോയി. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവൾ അവരെ നോക്കി പറഞ്ഞത് കേട്ടതും എല്ലാവരുടെയും കണ്ണുകൾ ചാർലിയിലേക്ക് നീണ്ടു. അവൾക്ക് ക്ഷീണം വന്നുറങ്ങിപ്പോയതിന് നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അത് കണ്ട് ചാർലി എല്ലാവരെയും നോക്കി പറഞ്ഞു. ഒന്നുമില്ലേ, അവൻ്റെ പപ്പ അവനെ കളിയാക്കി. ജോപ്പൻ രാവിലെ മുതൽ എന്നെ ട്രോളുന്നുണ്ട്. ചാർലി അയാളെ നോക്കി പറയുന്നത് കേട്ട് അയാൾ ചിരിച്ചു. താമസിക്കേണ്ട, സമയം 10 മണിയായി. എല്ലാവരും വന്നേ ഫുഡ് കഴിക്കാൻ. അതും പറഞ്ഞിട്ട് മമ്മി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയതും എല്ലാവരും സോഫയിൽ നിന്നും എഴുന്നേറ്റു. ഷീതു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. റിയ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അവൾ തിരികെ. ഷീതു, ഇന്ന് നിന്നെ കാണാൻ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. നിന്റെ മുഖത്ത് നിന്നും ചോര തൊട്ടെടുക്കാം. ഇന്നലെ രാത്രി ചാർലി ചായൻ എൻ്റെ ഷീതുവിനെ നല്ലതുപോലെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. റിയ അവളുടെ കവിളിൽ രണ്ടും പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. പോവെണ്ണേ. ഷീതു നാണത്തോടെ അവളെ നോക്കി പറഞ്ഞതും റിയ ചിരിയോടെ തലയാട്ടി. ഫുഡ് കഴിക്കാനായി ഇരിക്കുകയാണ് എല്ലാവരും. ചാർലി, മോൾക്ക് എന്ന് മുതലാ കോളേജിൽ പോയി തുടങ്ങേണ്ടത്? പപ്പയാണ് സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചത്. തിങ്കളാഴ്ച മുതൽ ചെല്ലണമെന്നാ പപ്പേ അന്ന് പറഞ്ഞത്. അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞതും അയാൾ തലയാട്ടി. ഇസുവിനെ നമുക്ക് അടുത്ത വർഷം സ്കൂളിൽ ചേർക്കണം. ആൽവി പഠിക്കുന്ന സ്കൂളിൽ തന്നെ ആയിക്കോട്ടെ. അഡ്മിഷനും കാര്യങ്ങളും എങ്ങനെയാണെന്ന് റോഷനെ വിളിച്ച് ചോദിക്കണം. അവനുണ്ടെങ്കിൽ കുഞ്ഞിനൊരു കൂട്ടാണല്ലോ. ഒരേ ക്ലാസ് അല്ലെങ്കിലും അവൻ നോക്കിക്കോളൂ അവളെ. പപ്പ പറഞ്ഞതും അവനും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു. അല്ല ചേട്ടായി, ഒരുത്തി ഇന്നലെ കല്യാണം കഴിഞ്ഞ് ഇവിടെ നിന്നും പോയതാ. പിന്നെ അവളുടെ യാതൊരു വിവരവും ഇല്ലല്ലോ. റയാൻ സംശയത്തോടെ ക്രിസ്റ്റിയുടെ മുഖത്തേക്ക് നോക്കി. വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫോൺ എടുത്തില്ല. ഇതുവരെ എഴുന്നേറ്റ് പോലും കാണില്ല അവൾ അവിടെ. ക്രിസ്റ്റി ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. പപ്പേ, ഇനി അടുത്തത് ചേട്ടായിയുടെയും അവളുടെയും വിവാഹം നടത്തണം. റയാൻ അയാളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനും മനസ്സിലിപ്പോൾ അതിനെപ്പറ്റി തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. അവളുടെ പപ്പയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. ഒരു 6 മാസം കഴിഞ്ഞിട്ട് നടത്താമെന്നാണ് ഞാൻ കരുതുന്നത്. എന്താ നിൻ്റെ അഭിപ്രായം? ഇനി അധികം ഒന്നും വെച്ച് നീട്ടിക്കൊണ്ട് പോകണ്ട. ഞങ്ങൾക്ക് 2 പേർക്കും വയസ്സായി വരികയാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മക്കളുടെ എല്ലാം കല്യാണം കഴിഞ്ഞ് അവരുടെ കൊച്ചുങ്ങളെ കണ്ടിട്ട് വേണം ഞങ്ങൾക്ക് കണ്ണടയ്ക്കാൻ. അയാൾ പറയുന്നത് കേട്ട് അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ചില്ലറ ആഗ്രഹമൊന്നും അല്ലല്ലോ ജോപ്പന്. ചാർലി അത് കേട്ട് അയാളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ കൂടുതലൊന്നും പറയണ്ട. ഇനി പഠിക്കാൻ പോകുന്നതുകൊണ്ട് 2 വർഷത്തേക്ക് നിന്റെ ഭാഗത്തു നിന്ന് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇനി എനിക്ക് ആകെയുള്ള പ്രതീക്ഷ 2ാമത്തെ മകനില്ല. അതുകൊണ്ട് അവനെ ഒന്ന് കെട്ടിച്ചിട്ട് വേണം എനിക്കിനി അടുത്ത കുഞ്ഞിനെ കാണാൻ. അയാൾ വീണ്ടും പറഞ്ഞതും ക്രിസ്റ്റി ചിരിച്ചു. അതിനെക്കുറിച്ച് ഓർത്ത് പപ്പ പേടിക്കേ വേണ്ട. ചേട്ടായുടെയും ഋഷുവിൻ്റെയും വിവാഹം കഴിഞ്ഞാൽ പിറ്റേ മാസം തന്നെ പപ്പ ഒരു അപ്പച്ചനായി എന്ന് ഇവർ പറയും. അതിലെനിക്ക് യാതൊരു സംശയവും ഇല്ല. അത്രയ്ക്ക് ഫാസ്റ്റാ ചേട്ടായി. റയാൻ അവനെ കളിയാക്കിക്കൊണ്ട് പറയുന്നത് കേട്ടതും റിയ അവൻ്റെ കയ്യിലൊന്ന് പിച്ചി. എന്തുവാടി, ഞാനൊരു സത്യം തന്നെയാണ് പറഞ്ഞത്. ഇത്രയും നാളും കീരിയും പാമ്പും ആണെന്നും പറഞ്ഞ് ഇവർ 2 പേരും കൂടി നമ്മളെ പറ്റിക്കുകയായിരുന്നു. 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രേമമായിരുന്നെന്നേ. അതിൻ്റെ ആഫ്റ്ററായിട്ട് 2 പേരും പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ എന്തൊക്കെയാ ഇവിടെ കാണിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ മേല.
നിങ്ങളാരും കണ്ടില്ലല്ലോ ഇന്നലെ കല്യാണത്തിന് ഇവർ രണ്ടുപേരും കൂടി കാണിച്ചത്. റയാൻ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവരെല്ലാവരും അതെന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ക്രിസ്റ്റി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഞാൻ പറയും. അതും പറഞ്ഞ് റയാൻ എല്ലാവരുടെയും മുഖത്തേക്കൊന്ന് നോക്കി. ഇന്നലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിങ്ങളെല്ലാവരും സ്റ്റേജിൽ ഫോട്ടോ എടുക്കുകയും മറ്റുമൊക്കെ ചെയ്തപ്പോൾ ഇവിടെ രണ്ട് കമിതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുവാരി കൊടുക്കുന്നു, കവിളിൽ ഉമ്മ വയ്ക്കുന്നു, എന്തൊക്കെയായിരുന്നു പ്രഹസനം. അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സ് വല്ലാതെ വേദനിച്ചു. അതൊക്കെ ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ രണ്ടുപേരും ആകെ ചമ്മി നാറി. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് അധികകാലം മുൻപോട്ട് കൊണ്ടുപോയാ ഇപ്പോൾ ജോപ്പൻ പറഞ്ഞതുപോലെ ഉടനെ തന്നെ ഒരു അപ്പച്ചനാകും. റയാൻ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും കേട്ടത് സത്യമാണോ എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവൻ എല്ലാവരെയും നോക്കി ഒന്ന് ഇളിച്ചു കാണിച്ചു. അല്ല, അത് കണ്ടപ്പോൾ എൻ്റെ മോൻ്റെ മനസ്സെന്തിനാ വേദനിച്ചത്? ദോ നിന്റെ അടുത്തിരിപ്പുണ്ടല്ലോ ഒരു കൊച്ച്. നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ അവൾക്ക് അങ്ങോട്ട് വാരിക്കൊടുക്ക്. ഞങ്ങൾക്കാർക്കും ഒരു പരാതിയില്ല. വേണമെങ്കിൽ ഞങ്ങൾ കഴിച്ചിട്ട് മാറിപ്പോകാം. അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുക്കുവോ ഉമ്മ കൊടുക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അവൻ്റെ മമ്മി അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും റിയ ആഹാരം നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി. അവിടെ അടുത്തായിട്ടിരുന്ന ഷീതു പെട്ടെന്ന് അവൾക്ക് വെള്ളം എടുത്തു കൊടുത്തു. മമ്മി അങ്ങനെ ട്രോളുന്നത് കേട്ട് റയാൻ പിന്നെ ഒന്നും തന്നെ മിണ്ടാതിരുന്നു. അവനൊന്നും തന്നെ മിണ്ടാതെ അമ്മിയതുപോലെയാണ് അവിടെ ഇരുന്നത്. ഒരുപാട് നാൾക്ക് ശേഷമായിരുന്നു പുലിക്കളത്തിൽ വീണ്ടും സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞു നിന്നത്. എല്ലാവരിലും വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു. പരസ്പരം കളിയാക്കിയും ചിരിച്ചും സന്തോഷിച്ചും അവരുടെ ജീവിതത്തിലെ ഒരു ദിവസം കൂടി അതിമനോഹരമായി കടന്നുപോയി. ഇനി വരാനിരിക്കുന്നത് എന്തൊക്കെ പരീക്ഷണങ്ങളാണെന്നറിയാതെ അവരെല്ലാവരും ഉള്ളം തുറന്ന് സന്തോഷിച്ചിരുന്നു.